വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് താൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന കേസിലെ പ്രതിയും ഡിവൈഎഫ്ഐ നേതാവുമായ ജിതിൻ ഭാസ്കരൻ സ്ഥിരീകരിക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത്. തിരുവള്ളൂരിലെ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പായ തിരുവള്ളൂർ കൂട്ടായ്മയിലാണ് ജിതിൻ ഭാസ്കരൻ ശബ്ദ സന്ദേശമിട്ടത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചതിന് ശേഷം ഗ്രൂപ്പിൽ നടന്ന ചർച്ചയ്ക്കിടെയായിരുന്നു ജിതിന്റെ സ്ഥിരീകരണം. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. കാഫിർ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ജിതിൻ ഭാസ്കർ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. താൻ 10 പേർക്കെങ്കിലും സ്ക്രീൻഷോട്ട് അയച്ചതായി തെളിയിക്കാമോ എന്നായിരുന്നു വെല്ലുവിളി. ഇതിന് പിന്നാലെയാണ് ജിതിന്റെ തന്നെ ഓഡിയോ സന്ദേശം പുറത്തു വന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് താൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് ജിതിൻ ഭാസ്കർ സ്ഥിരീകരിക്കുന്നു. നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനു ശേഷം പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പായ തിരുവള്ളൂർ കൂട്ടായ്മയിലായിരുന്നു ജിതിന്റെ പ്രതികരണം. അന്വേഷണം പറ്റാൻ ഞാൻ എൻ്റെ മൊഴി കൃത്യത നിങ്ങൾ മൊഴി എടുപ്പിക്കും. ഞാൻ കൊടുത്ത മൊഴി ഞാനാണോ എനിക്കറിയുന്നതിനാ എൻ്റെ ഇവിടെ എന്നോട് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നാട്ടിനകത്ത് ഷെയർ ചെയ്താൻ പറ്റിയെന്നാ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഷെയർ ചെയ്തെന്താ ഞാൻ എല്ലാ സാധനവും ഷെയർ ചെയ്യുന്ന അതുപോലെ ഷെയർ പറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്നോട് നിങ്ങൾ എന്ത് അന്വേഷണത്തിൽ നിങ്ങൾ ഏത് തരത്തിൽ അന്വേഷണത്തിൽ നമ്മൾ തയ്യാറാണ്. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ജിതിനാണോ എന്ന് കണ്ടെത്തുന്നതിനുള്ള നടപടികളിലാണ് അന്വേഷണ സംഘം. ഫോൺ ഫോർമാറ്റ് ചെയ്തതോടെ കൂടുതൽ തെളിവുകൾക്കായി ഫോറൻസിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതേസമയം കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. മീഡിയ വൺ, കോഴിക്കോട്.